Hi everyone, welcome back. ഈ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ 11th ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. So 11th question, express z is equal to 3 plus I by 3 whole to the power 3 into a plus ib form. And B question, find the multiplicative inverse of 4 minus 3i. 4 marks in the question ആണ്. So z തന്നിട്ടുണ്ട്. So equation എടുക്കുന്നത് a plus b whole to the power 3 a plus b whole cube എന്നുള്ള രൂപത്തിലാണ്. So നമ്മൾ a plus b whole cube എന്നുള്ള എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കുക. a cube plus 3a square b plus 3ab square plus b cube. So ഇവിടെ എയുടെ പ്ലേസിൽ 3 ആണ്, ബിയുടെ പ്ലേസിൽ i by 3. So ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ 3 cube plus 3a square b, so 3 into 3 square into i by 3 plus 3 into a into b square, so 3 into 3 into i by 3 square plus i by 3 cube equal to 3 cube എന്നുള്ളതിന് നമുക്ക് 27 എഴുതാം. ഇവിടെ 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി 9 എന്ന് വരും. ഇവിടെ 9ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി i സ്ക്വയർ വരും. ലാസ്റ്റ് ടേം i ക്യൂബ് ബൈ 27 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ i സ്ക്വയർ ഉണ്ട്, i സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. സോ 27 - 1നെ നമുക്ക് 26 എന്ന് എഴുതാം. ദെൻ 9i ഉണ്ട്, പിന്നെ ലാസ്റ്റ് ടേം i ക്യൂബ് എന്നുള്ളതിന് നമുക്ക് -i എന്ന് എഴുതാം. സോ -i by 27 എന്ന് ഇവിടെ വരും. ഇനി a plus ib എന്നുള്ള ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതിന് 26 പ്ലസ് i കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 9 മൈനസ് 1 by 27 ഇൻറ്റു i എന്ന് എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 26 പ്ലസ് i ഇൻറ്റു 242 by 27 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഓഫ് ദ ഫോം a plus ib. സോ ഇതേ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/z കാണുന്നുണ്ടെങ്കിൽ സെഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ചെയ്താൽ മതി. ന്യൂമറേറ്ററിൽ അതിൻ്റെ കോൺജുഗേറ്റ് എഴുതാം. സോ തന്നിരിക്കുന്ന നമ്പർ 4 - 3i ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് 4 + 3i എന്നുള്ളത് ന്യൂമറേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്ററിൽ അതിൻ്റെ മോഡുലസിൻ്റെ വാല്യൂ എഴുതാം. സോ 4 - 3iയുടെ മോഡുലസ് വാല്യൂ കാണണമെങ്കിൽ √4² + 3². സോ അതിൻ്റെ വാല്യൂ 5 വരും. സോ ഈക്വൽ ടു 4 + 3i by 5 എന്ന് സെഡ് ഇൻവേഴ്സ് എഴുതാം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് 2 മാർക്സ് സ്കോർ ചെയ്യാം. ഇനി 12th ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ് ഇഫ് ദർ ഇസ് എക്സാക്ട്ലി 1 ace in each കോമ്പിനേഷൻ. ടോട്ടൽ നമുക്കറിയാം 52 കാർഡ്സ് ആണുള്ളതെന്ന് അറിയാം. അതിൽ ഏസ് കാർഡ്സ് വരുന്നത് 4 കാർഡ്സ് ആണ്. നമ്പർ ഓഫ് ഏസ് കാർഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മൾ എടുക്കുന്നത് 5 കാർഡ്സ് ആണ്. സോ 5 കാർഡ്സിൽ എക്സാക്ട്ലി 1 ഏസ് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഏസ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ 4 ഏസ് കാർഡ്സിൽ നിന്ന് വേണം എടുക്കാൻ. സോ 4 ഏസ് കാർഡ്സിൽ നിന്ന് ഒരു ഏസ് കാർഡ് ഞാൻ എടുത്തു. അത് കൂടാണ്ട് നമ്മൾ ടോട്ടൽ 5 കാർഡ്സ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് അത് കൂടാണ്ട് ഇനി 4 കാർഡ്സും കൂടി എടുക്കണം. ബാക്കി വരുന്ന 4 കാർഡ്സ് റിമൈനിങ് കാർഡ്സിൽ നിന്ന് വേണം എടുക്കാൻ. സോ 52ൽ നിന്ന് 4 ഏസ് കാർഡ്സ് സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി വരുന്നത് 48 കാർഡ്സ് ആണ്. സോ ആ 48 കാർഡ്സിൽ നിന്ന് വേണം 4 കാർഡ്സ് എടുക്കാൻ. സോ 4c1 ഇൻറ്റു 48c4 എന്ന് എഴുതാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7,78,320 എന്ന് കിട്ടും. ഇല്ല ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇഫ് NC9 is equal to NC8 then find NC17. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നമ്മളെ ചാനലിലെ പോസ്റ്റിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. നമ്പർ പോലും വ്യത്യാസമില്ല. NC9 is equal to NC8 എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ NCA is equal to NCB എന്നാണെങ്കിൽ നമുക്ക് A equal to B എന്ന് എഴുതാം. ഓർ N is equal to A plus B എന്ന് എഴുതാം. സോ ഇവിടെ N is equal to A plus B എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. A equal to B എടുക്കാൻ പറ്റില്ല. സോ N is equal to A plus B എന്ന് പറയുമ്പോൾ N equal to 9 + 8 equal to 17 എന്ന് കിട്ടും. ഇനി 13th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 3 വിത്ത് സ്ലോപ്പ് 1/4. പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എഴുതണം. പോയിന്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണാൻ y - y1 is equal to m × x - x1. ഇതിൽ y1ൻ്റെയും x1ൻ്റെയും ഒക്കെ വാല്യൂ കൊടുക്കുക. അതുപോലെ സ്ലോപ്പിൻ്റെ വാല്യൂ 1/4 എന്ന് എടുക്കുക. സോ y - 3 equal to 1/4 × x + 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ x - 4y + 14 is equal to 0 എന്ന് വരും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് 3 - 5 ഫ്രം ദ ലൈൻ 3x - 4y - 26 equal to 0. പോയിന്റ് തന്നിട്ടുണ്ട്, ലൈനിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കാണണം. പോയിന്റും ലൈനിൻ്റെ ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b² എന്നുള്ള ഇക്വേഷൻ എഴുതാം. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിയിട്ട് എയും ബിയും സിയും എഴുതാം. എ ബി സി എന്ന് പറയുന്നത് ഇവിടെ തന്ന ഇക്വേഷൻ 3x - 4y - 26 equal to 0 എന്നാണ്. സോ അതിൽ നിന്ന് a equal to 3 എന്ന് എഴുതാം, b equal to -4, c equal to -6 എന്ന് എഴുതാം. ഇനി അതിൽ x1 y1 എന്നുള്ള സ്ഥാനത്ത് ഗിവൺ പോയിന്റ് എടുക്കുക. സിംപ്ലിഫൈ ചെയ്താൽ 3/5 യൂണിറ്റ്സ് എന്ന ഡിസ്റ്റൻസ് കിട്ടും.
In 14th question, find the equation of the ellipse whose length of the major axis തന്നിട്ടുണ്ട് 26 and foci തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് 50. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2a എന്ന് എഴുതാം. 2 = 26 ആണെങ്കിൽ അതിൽ നിന്ന് a = 13 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അതുപോലെ ബിയുടെ വാല്യൂം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എഴുതാം. അതിൽ ഫോസൈ തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് c0 ആണ് ഫോസൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 50 എന്ന് തന്നിട്ടുണ്ട്. ദ c = നമുക്ക് 5 എന്ന് എഴുതാം. ഇനി നമുക്കറിയാം എലിപ്സിൻ്റെ കേസിൽ c² = a² മൈനസ് b² ആണ്. അതിൽ നിന്ന് നമുക്ക് b² = a² മൈനസ് c² എന്ന് എഴുതാം. കാൽക്കുലേറ്റ് ചെയ്താൽ എയുടെയും സിയുടെയും വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ b² = 144 എന്ന് കിട്ടും. ദഫോർ b = 12 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ആണ് കാണേണ്ടത്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറയുമ്പോൾ x² + a² + y² = 1. ഇക്വേഷനൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അതിൽ a² b² വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ x² / a² എന്ന് പറയുമ്പോൾ 13² 169 എന്ന് വരും, പ്ലസ് y² ഡിവൈഡഡ് ബൈ b² എന്ന് പറയുമ്പോൾ 144. സോ x² / 169 പ്ലസ് y² / 144 = 1 എന്ന് എഴുതി കഴിഞ്ഞാൽ എലിപ്സിൻ്റെ ഇക്വേഷനായി. ഇനി 15th ക്വസ്റ്റ്യൻ ബൈനോമിയൽ തിയറത്തിൽ നിന്ന്. ഇതേ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ബൈനോമിയൽ തിയറത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യത്യാസവും ഇല്ല, നമ്പർ പോലും വ്യത്യാസമില്ല, അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് a + b ^ 4 മൈനസ് a - b ^ 4 കാണാനാണ്. സോ a + b ^ 4ൻ്റെ ഇക്വേഷൻ എഴുതാം, a - b ^ 4ൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി അത് സബ്ട്രാക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ a ^ 4 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ 6a² b² എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോകും. b ^ 4 എന്നുള്ള ടേമും ക്യാൻസൽ ചെയ്ത് പോകും. ആകെ വരുന്നത് 4a³ ഇവിടെ ഒരു 4a³ സോ 4a³ പ്ലസ് 4a³ എന്ന് പറയുമ്പോൾ 8a³ വരും. അതുപോലെ 4ab³ പ്ലസ് 4ab³ എന്ന് പറയുമ്പോൾ 8ab³ ഈ രണ്ട് ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് 8ab കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 8ab × a² + b² എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇവാലുവേറ്റ് √3 + √2 ^ 4 മൈനസ് √3 - √2 ^ 4. അതിൽ a എന്നുള്ളതിൻ്റെ പ്ലേസിൽ √3 എന്ന് എടുക്കുക, b എന്നുള്ളതിൻ്റെ പ്ലേസിൽ √2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. സോ എയുടെ പ്ലേസിൽ √3 എന്നും ബിയുടെ പ്ലേസിൽ √2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് 8ab × a² + b² എന്നാണ് എഴുതാൻ പറ്റുക. സോ 8 × √3 × √2 × 3 + 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 √6 എന്ന് ആൻസർ കിട്ടും. ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സംശയമില്ലാതെ എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 16th ക്വസ്റ്റ്യൻ, ഇഫ് a and b are two events such that p of a is equal to 0.42 and p of b is equal to 0.48 and p of a and b തന്നിട്ടുണ്ട് 0.16 കാണാൻ ചോദിച്ചിട്ടുള്ളത് p of not a, p of not b and p of a or b. ഇതും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇതേ പാറ്റേണുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. p of not a കാണുന്നുണ്ടെങ്കിൽ 1 - p of a ചെയ്യുക. സോ 1 - 0.42 എന്ന് വരും, = 0.58 എന്ന് കിട്ടും. p of not b കാണണമെങ്കിൽ അതേപോലെ തന്നെ 1 - p of b ചെയ്യുക. സോ = 0.52 എന്ന് കിട്ടും. ഇനി p of a or b കാണണം. p of a or b means it is p of a union b, that is equal to p of a union b യുടെ ഇക്വേഷൻ എഴുതാം. p of a plus p of b minus p of a intersection b കാൽക്കുലേറ്റ് ചെയ്താൽ 0.74 എന്ന് ആൻസർ കിട്ടും. സിമ്പിളായിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. ഇനി നെക്സ്റ്റ് സെക്ഷൻ 6 മാർക്സിൻ്റെ സെക്ഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്. സൈൻ 765 കാണണം. സൈൻ 765 നമുക്ക് 720 + 45 എന്ന് എഴുതാം. 720 നമുക്ക് 2 × 360 എന്ന് എഴുതാം. 2 × 360 + 45. 2 × 360 + 45 എന്ന് പറയുമ്പോൾ അത് കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെയാണ് വരിക. സോ സൈൻ 45 കണ്ടാൽ മതി. സൈൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം 1/√2. സോ ഓപ്ഷൻ നമ്പർ സി 1/√2 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ കോസ് 75 കാണണം. കോസ് 75 നമുക്ക് കോസ് 45 + 30 എന്ന് എഴുതാം. അതിൽ കോസ് x + y എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. കോസ് x + y എന്ന് പറയുമ്പോൾ കോസ് x കോസ് y മൈനസ് സൈൻ x സൈൻ y. സോ കോസ് 75 നമുക്ക് കോസ് 45 × കോസ് 30 മൈനസ് സൈൻ 45 × സൈൻ 30 എന്ന് എഴുതാം. ഈ കോസ് 45ൻ്റെയും സൈൻ 45ൻ്റെയും അതുപോലെ സൈൻ 30യുടെയും കോസ് 30യുടെയും ഒക്കെ വാല്യൂ നമുക്കറിയാം. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √3 - 1 / 2√2 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. tan 3x × tan 2x × tan x = tan 3x - tan 2x - tan x. ഇതും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് LHS എന്നോ RHS എന്നോ അല്ല, tan 3x എന്നുള്ള ഇക്വേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. tan 3x = tan 2x + x എന്ന് എഴുതാം. അതിൽ tan 2x + xന് നമുക്ക് tan x + y എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. സോ tan x + tan y ഡിവൈഡഡ് ബൈ 1 - tan x × tan y. അപ്പോൾ അതിന് നമുക്ക് tan 2x + tan x ഡിവൈഡഡ് ബൈ 1 - tan 2x × tan x എന്ന് എഴുതാം. ശേഷം ഇനി ഇതിൽ ഡിനോമിനേറ്ററിലെ ടേം എടുക്കുക. ഡിനോമിനേറ്ററിലെ ടേമിനെ നമ്മളിവിടെ LHSലേക്ക് എടുക്കുക. സോ tan 3x × 1 - tan 2x × tan x = tan 2x + x എന്ന് എഴുതാം. ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ tan 3x - tan 3x × tan 2x × tan x എന്ന് വരും. = RHS അതുപോലെ തന്നെ എഴുതാം.
ഇനി നമുക്ക് കാണേണ്ടത് ഈ tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്നാണ്. സോ ഈ ഒരു ടേമിന് നമ്മളിവിടെ RHSലേക്ക് എടുക്കുക, മറ്റുള്ള ടേംസിന് നമ്മളിവിടെ LHSലെടുക്കുക. സോ tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan എക്സിന് നമുക്ക് tan 3x മൈനസ് tan 2x മൈനസ് tan x എന്ന് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രൂഫ്. സിമ്പിൾ പ്രൂഫാണ്. പഠിച്ചിട്ടുള്ളവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി അതിൽ 18th ക്വസ്റ്റ്യൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് which term of the GP 2, 832 etc. is 8192. ഇത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യനും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഫസ്റ്റ് ടേം അറിയാം, ഇതിൽ a = 2 എന്ന് എഴുതാം. അതുപോലെ കോമൺ റേഷ്യോ നമുക്ക് എഴുതാം, r = 4 എന്ന് എഴുതാം. അതിൽ nth ടേമാണ് ഇവിടെ തന്നിട്ടുള്ളത് 8192. nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, a × r raised to n - 1 = 8192 എന്ന് എഴുതാം. എൻ്റെയും ആറിൻ്റെയും ഒക്കെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 × 4 raised to n - 1 = 8192 എന്ന് കിട്ടും. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 4 raised to n - 1 നമുക്ക് 4096 എന്ന് വരും. ഈ 4096 ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ നമുക്കതിനെ 4 raised to 6 എന്ന് എഴുതാം. സോ 4 raised to n - 1 = 4 raised to 6 എന്ന് വരും. പവർ ഒന്ന് കമ്പയർ ചെയ്യുക. therefore n - 1 = 6 എന്ന് കിട്ടും ആൻഡ് n = 7 എന്ന് എഴുതാം. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 8, 88, 888 എക്സെട്ര 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ റിവിഷൻ സീരീസിൽ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്പർ പോലും വ്യത്യാസമില്ല. പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സോ ആദ്യം തന്ന പാറ്റേൺ നോക്കുക. ഇതിന് 8 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 8 × 1 + 11 + 111 എക്സെട്ര അങ്ങനെ എഴുതാം. അതിനുശേഷം അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യാം. സോ 8/9 × 9 + 99 × 999 എക്സെട്ര എന്ന് എഴുതാം. ഇനി ഇവിടെയുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമും 9 നമുക്ക് 10 - 1 എന്ന് എഴുതാം, 99 100 - 1 എന്ന് എഴുതാം, എക്സെട്ര എന്ന് വരും. ഇതിൽ 10, 100, 1000 ആ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. പിന്നെ ഈ 1 എന്നുള്ള ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. സോ 1 ഇവിടെ n ടൈംസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു GP ആണ് വിത്ത് കോമൺ റേഷ്യോ 10 ആൻഡ് ഫസ്റ്റ് ടേം ഇസ് 10. സോ ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് സം ടു n ടേംസിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. -1 ഇവിടെ n ടൈംസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ -n എന്ന് എഴുതാം. സോ ഇതേ രീതിയിൽ ഫൈനൽ ആൻസർ കിട്ടും. 8/9 × 10 × 10 raised to n - 1 / 9 - 1. ഇത് ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും പറയുന്നില്ല. സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ ഇൻസർട്ട് 3 numbers between 1 and 256 so that the resulting sequence is a GP. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ 3 numbers ഇൻസർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 നമ്പേഴ്സിനെ നമുക്ക് A2, A3, A4 എന്ന് എടുക്കാം. സോ ലെറ്റ് 1, A2, A3, A4 and 256 are in GP എന്ന് എടുക്കുക. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 256 എന്ന് പറയുന്നത് 5th ടേമാണ്. സോ A5 = 256 എന്ന് എഴുതാം. സോ a × r raised to 4 = 256 എന്ന് എഴുതാം. എയുടെ വാല്യൂ 1 ആണ്. സോ r raised to 4 = 256 എന്ന് വരും. 256നെ നമുക്ക് 4 raised to 4 എന്ന് എഴുതാം. therefore r = 4 എന്ന് കിട്ടും. ഇനി ആറിൻ്റെ വാല്യൂ എയുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. സോ A2 കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം × r ചെയ്യുക. സോ ഫസ്റ്റ് ടേം × r ചെയ്യുമ്പോൾ 1 × 4 എന്ന് വരും, = 4 എന്ന് കിട്ടും. അതുപോലെ A3 A4 കാണാം. സോ GP നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. 1, 4, 16, 64, 256 എന്ന് എഴുതാം. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് റിവിഷൻ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. tan xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. f' x = limit h tends to 0 f of x plus h minus f of x divided by h. ഇക്വേഷൻ എഴുതുന്നതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. സോ ഇതൊക്കെ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് tan xൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ tan xൻ്റെ ഡെറിവേറ്റീവ് sec² x എന്ന് കിട്ടും. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx if y = sin x × cos x. ഇതും നമ്മൾ റിവിഷൻ സീരീസിൽ ഷുവർ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും 2 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. sin x × cos x എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് ഡെറിവേറ്റീവ് കാണും. സോ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ sin x × cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x എന്ന് എഴുതാം, പ്ലസ് cos x × sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ cos² x - sin² x എന്ന് കിട്ടും. അത്രേ ചെയ്യേണ്ടതുള്ളൂ. 2 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ പോലും വ്യത്യാസമില്ല.
എല്ലാവരും ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മീനിൻ്റെ ആൻസർ വരിക 62 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. വേരിയൻസ് എന്ന് കിട്ടുന്നത് വേരിയൻസ് ഈക്വൽ ടു ഇക്വേഷനൊക്കെ എഴുതിയിട്ട് വേരിയൻസ് കാണാം. വേരിയൻസ് ഈക്വൽ ടു 201 എന്ന് കിട്ടും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഈക്വൽ ടു 14.18 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഇതിൻ്റെ 6 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നല്ല ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്